ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവ്വപിതാക്കളാം അപ്പോസ്തലർ ദൂരവിദർശിച്ചി ഭാഗ്യദേശം ആകെയാൽ ഛേദമേതെന്നീ ലാഭം അന്യരെന്നെന്നീ ലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യേശുവിനായി രക്ഷകൻ വെച്ചിടും and will take you to myself, that where I am, you may also be. And you know the way to where I am going. Thomas said to him, Lord, we do not know where you are going. How can we know the way? Jesus said to him, I am the way, the truth, and the life. No one comes to the Father except through me. If you had known me, you would have known my Father also. From now on, you do know him and have seen him. കഷ്ടത മാത്രം ലോകമരുഭൂവിൽ മധ്യേരാശ്രയം തേടി ശോകം കൊടും വെയിലയോ വീഴുന്നു വാടി നമുക്ക് സ്വർഗം സ്വന്ത ദേശം കേവലമീ പാരിടമോ വെറും പരദേശം കേവലമീ പാരിടമോ വെറും പരദേശം മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാധന സുഖങ്ങൾ സകലവുമായ
മഹിമാ ധനസുഖങ്ങൾ സകലതുമായ നിങ്ങൾ വിശ്വസിച്ചും കർത്താവിനുള്ളിൽ നിങ്ങൾ രക്ഷിക്കേണ്ടതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നലെ നിങ്ങളോട് സുവിശേഷത്തിരിക്കുന്നത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പന്തിരൊക്കെ പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾ ആദ്യമായി ഏൽപ്പിച്ചു പ്രത്യക്ഷനായി എല്ലാത്തോടും എല്ലാ കാലങ്ങളും പോലെയുള്ള നിത്യം പ്രത്യക്ഷനായി ನನ್ನ ಅಪೊಸ್ತಲന്മാരുടെ ഏറ്റവും ചെറിയനല്ലോ ദൈവസഭയെ ഗ്രഹിച്ചനാൽ അപ്പോസ്തലന്റെ പേരിനെ യോഗ്യനല്ല എങ്കിലും ഞാൻ ആത്മദൈവതയാലാകുന്നു. ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ നടത്തുവാനുള്ള ശുശ്രൂഷകൾ നമ്മൾ ചേർന്ന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ ദൈവികമായിരിക്കുന്ന കരുണകൾ വിപുലമായിരിക്കുന്ന വിടവാങ്ങുന്ന ശുശ്രൂഷ നൽകുവാനുള്ള ദൈവം നമ്മളോട് യോഗ്യരാകട്ടെ. ദൈവമായിട്ട് ശുശ്രൂഷ നടത്തുമ്പോൾ ദൈവം എല്ലാവരോടും ഒരു ചില റിക്വസ്റ്റാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടല്ലേ. കാരണം ഒരു ശുശ്രൂഷ അതിൻ്റേതായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൽ നടത്തുന്നത് നമ്മളൊരു ജസ്റ്റ് ഒരു ശവസംസ്കാരം ഒരു ആരാധന മാത്രമല്ല. ഈ മാതാവിനെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രമേൽപ്പിക്കാൻ ഈ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷയാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും അനുഗ്രഹീതമായിട്ടും ചിട്ടയായിട്ട് കൊടുക്കുവാൻ തക്കണം നമുക്ക് സാധിക്കും. അത് പ്രത്യേകമായിട്ടുള്ള ഓർമ്മ ദൈവസ്നേഹത്തോടെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറയപ്പെട്ടിരിക്കുന്നു. ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. നിന്റെ ഇഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാൻ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുമാടിയാടമേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ നിന്നും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങളെ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ട് പോയ ഈ നിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടുവാൻ പാടില്ലാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും നിന്റെ ദാസിയെ നീ വീണ്ടുകൊള്ളണമേ.
ഈ ആത്മാവ് ജീവസ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ നിന്നും ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഇപ്പോഴും എല്ലായ്പ്പോഴും നിന്നേ കുഞ്ഞുകൾ നിന്നേ നിന്റെ വിശുദ്ധന്മാരോടുകൂടെ വസിക്കുകയും ചെയ്യുമാറാകണമേ. നീ ജീവനെടുത്തിടുമ്പോൾ മൃതരായി മണ്ണിൽ ചേരുന്നു. ഭദ്രമഹത്വം വാഴട്ടെ. പ്രിയരാം ലാസാരിനെ കബറിന്നെഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. പ്രതിഭാഷത്തിന്നും വിധവാസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കണം. സ്തോമൻഗാലോസ് പറക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപുകഴ്ചയും മാഞ്ഞു പോകാത്തതുമായ നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യന്മാരായി തീരുമാറാകണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവൻ ന്യായാധിപന്മാരുടെ ന്യായാധിപതിയായ കർത്താവേ, നിനക്ക് സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ 3-ാം ക്രമം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയാറായി സോടരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും നിന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാലാഖമാരോട് കൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിറങ്ങളും ഗണങ്ങളും 10,000 തിരുമുൻപാകെ പരിഭ്രമിച്ച് വരച്ചുകൊണ്ട് നൽകുന്നു. ഭയങ്കരന്മാരായ ക്രോബന്മാരും സ്ഥിരതുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നാട്ടസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരമായ നിന്റെ സിംഹാസനമായി വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ എന്റെ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോട് പ്രാർത്ഥിക്കാൻ നിന്റെ ദാസിയുടെ ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ വീഴ്ത്തെഴുന്നേൽപ്പിക്കുമെന്നും ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ള വചനം ഞങ്ങളിലും നിന്റെ ദാസിയിൽ നിറവേറ്റുകയും ചെയ്യണമേ. ഞങ്ങളും ഞങ്ങളുടെ പ്രിയതരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. منالوهن قابل حصيا دوبي والشبكون دوتو هبدرايهن المنوالم والمن നഗര കവാടം വഴി ഞാൻ പോകുന്നേരം കണ്ടേ കേട്ടൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിനദത്തെ ലളിതകളേറെ തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ. പ്രഭുവനിതകളും ദാസികളും സന്താപ
വ്യസന സമേതം ചോദിച്ചേൻ കേഴും നിന്റെ നേവം സുന്ദരരെ വ്യതയോടെന്തിനു പാടിയിടുന്നോടോതി മൂടാമിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബരരുചിരത്തേയുള്ളോൾ തൻഭോ ശാസുഭകയെ മരണവശേഷം മായിക്കും നീ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം നീ സൗന്ദര്യം പാഴ്പുൽക്കൊടിയിന്മേൽ താങ്ങും തൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ പാടിയിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുഗ കർത്താവേ ജീവൻ നൽകി തേജോവസനം നീ അതിനെ അണിച്ചിടേണമേ സ്തോത്രം സ്തോത്രം തേ മുറിയോരാഹിമേലൈനു അദാരൈൻ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നേതൃ പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ വാസസ്ഥലത്ത് ഇവിടെ നീ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകളും പ്രസന്നതയ്ക്കും ഇവിടെ നീ യോഗ്യയാക്കി തീർക്കുകയും ചെയ്യണമേ. ദേവേശാനിൻ പരിചാരിക തന്നാൽമത്തെ സസമാധാനം കൈകൊള്ളുക കൺമശമഖിലം മോചിക്ക ഇവിടെ വിധിക്കരുതേ നാഥ നിർമായൻ നീയേ ഗന്ധ അപരാധികളർഹിച്ചിടും നരകത്തിൻരക്ഷിതയാൽ കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവര പൂകേണം ഭാരിക്കുമോ മൃതിയെ നീ ഞെളിയേണ്ടാമൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നിന്നധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യൂന്യൂനം സാക്ഷാലവകാശികളും സുതരും ദാസരും അവരല്ലോ നിൻകൈകളിൽ നന്നവരെ വീണ്ടും സ്വർഗം മഹാരാജ മരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലുള്ളിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോർ തഞ്ചിടും ഞാൻ പാറയ്ക്കുമോ നീ വാഗ്ദാനത്തിൻ നാടായി സ്വർഗമഹത്വം ചാർത്തിയിടും സോനോധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും കാന്തനു കാത്തോരാം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ വ്യാകുലലോകമതേ ചിന്താവിഷയമതായി ആനന്ദ
അത്യധികം വ്യതയിൽ നാൾ പോകി വേദനയോടു സുതരേ പ്രസവിച്ചിടുന്നു ജീവൻ പോയി പോയി പിരിയും മാതാവേ നോക്കിടും ആത്മജയിൽ നെടുവീർപ്പുയരുന്നു തായില്ലാ പരമാ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ ക്രോധീച്ചിടുന്നു ഈ ദിനരാരവം കേൾക്കുന്നോരെല്ലാം ഖേദത്താൽ അവരോടൊപ്പം കരയുന്നു ദൂതൻ ചാരേവം എന്നേ കൊണ്ടിക പോയി മാരകബാണത്താൽ എന്നിൽ പ്രേമമേറ്റി നിർദയ പീഡകളാൽ മതീചംഗങ്ങൾ കാണിൻ വഴി മൂന്നാം എന്നെ താടിച്ചാൽ ഞാനാശ്രയഹീന ഞാനയ്യോദീന നിൻ സൃഷ്ടിയനാഥ കൃപയാൽ പുതുതാക്കാൻ മുറിയോരാഹേ മേലൈ നോവാദാരേ കരുണ സമ്പൂർണ പുനരുത്ഥാനദിനെ നിന്നോടെ സൃഷ്ടിയെ നീ ഉണവാക്കിയിടേണം പ്രതിബന്ധം പ്രതിയാൽ വേരായി മേരണ്ടാൻ ഏതൊരു സഹജയ്ക്കാൻ പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരുന്നാകണമേ പുനരുത്ഥാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വിധിയിൽ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ ഇവൾ നിൻ സ്തുതിഗീതം വന്നവരും വരുവോരും തന്നുയിരും സുതനെന്നു ശരീരാൽ മകൾ പാടണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ സർവശക്തപിതാവായി ആകാശ
ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും സൃഷ്ടിയാകാത്തവനും പിതാവിനോട് സമത്വമുള്ളവനും സകലവും മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി പ്രകാരം സ്വർഗ്ഗത്തിൽ മാതാവായ സകന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ വലിയ മൊത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ പരിപാലിക്കുന്നവരെ ജീവമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ പറക്കുമോ സമൻകാലസ് പ്രിയലായിസോൻ പ്രിയലായിസോൻ പ്രിയലായിസോൻ. ഭവനത്തിലുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ താൻ വഹിച്ചതാ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. സാധ്യമോ ശ്രേഷ്ഠമേറും നാട്ടിലെങ്ങാമില്ലാതെ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ നാശമില്ലാത്തവകാശം യേശുവിൻ ഭാഗ്യസന്നിധിയോ നീതിയിൽ വാഴമോടിയതും നിർമ്മക്കൾക്കു സ്വർഗ്ഗേ വീണ്ടും ചേരണം അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു കൺമണി പോലെ കാക്കുന്നു നീ. കർത്താവിനാൽ അനുഗ്രഹീതരെ ഭവനത്തിലുള്ള ശുശ്രൂഷ അവസാനിച്ചു. ഇനി ഭവനത്തിൽ അന്ത്യചുംബനം കൊടുക്കാനുള്ള അവസരമാണ്. സമീപസ്ഥരും പ്രിയപ്പെട്ടവരും മാതാവിന് അന്ത്യചുംബനം കൊടുക്കുവാൻ ഈ സമയം ഉപയോഗിക്കണം. ഓർമ്മിക്കുന്നു. ഇതിനുശേഷം നമ്മൾ പോക്കാട്ട് നടത്തിയ ശേഷം ദേവാലയത്തിലേക്ക് വത്സലരേ ദൂര
പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ സംവരണത്തിൻ ദൂതൻ തിരികെ വന്നപ്പോൾ ചുറ്റും നാർത്തേന്തുട ചെയ്യുവാൻ വന്നെല്ലാരും വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥാ നിൻ ദൈവികമാം ബലഭാഗ്യം മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരൻ ജീവാസ്വരണത്തുണർത്തണമേ ഗവരീനുദ്യാനീനായി സൗമ്യൻ ഉയരേകും രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രദരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നേട്ടവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാലിക്കും എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്വോ പാതാളത്തിൽ പോവാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേട്ടു മരിച്ചതു ഞാൻ എന്നും കാത്താ തന്നരുളിന്നു മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഉയർത്ത ദിവസത്തിൽ സൃഷ്ടിയെ നിമിത്തനാകുന്നതുമാക്കണമേ കർത്താവേ നിന്റെ ആശ്രയത്തെ കുറിച്ച് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ നീ പാർപ്പിക്കണമേ ശുശ്രൂഷ അവസാനിച്ചു മാതാവിന്റെ അദ്ദേഹം നമ്മുടെ പള്ളിയിലോട്ട് പോകുന്നു മത്സരേ साइड में रखिए
കാരണം നമ്മൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർ നമ്മൾ സാധാരണ മരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് വാങ്ങിപ്പോയവർ എന്നാണ്. ഈ കാണപ്പെടുന്ന ലോകത്തിൽ നിന്ന് നമ്മൾ കാണുവാൻ പാടില്ലാത്ത ലോകത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് മരണത്തെ നമ്മൾ കാണുന്നത്. ആയതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നത് ഇത് ദുഃഖത്തിൻ്റെ അനുഭവമല്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ ഓർപ്പിക്കുന്നത് എന്തുവാണ്? നമ്മൾ കണ്ണടച്ച് ഉറങ്ങുന്നത് പോലെ തന്നെ ആയിരിക്കും നമ്മുടെ മരണം. കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കർത്താവിനെ ഒരുമിച്ച് കാണുകയും ചെയ്യും. ആയതുകൊണ്ട് നമ്മളിപ്പോൾ ദുഃഖത്തിൻ്റെ അനുഭവത്തിലേക്കല്ല വാസ്തവത്തിലേക്ക്, എന്നാൽ തൻ്റെ ജീവിതം അനുഗ്രഹീതമായിട്ട് പൂർത്തിയാക്കിയ ശേഷം ദൈവസന്നിധിയിലേക്ക് അടുക്കപ്പെട്ട ഈ മാതാവിനെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഭരമേൽപ്പിക്കുകയും ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ കൂടെയാണ് നമ്മൾ 4ാം ശുശ്രൂഷ നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ അമ്മയെക്കുറിച്ച് ഞാൻ മുമ്പേ ഇരുന്ന വികാരി അച്ഛന്മാർ എന്നെ വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത്, അച്ഛാ എപ്പോൾ എന്നെ കാണാൻ വന്ന ആ സമയത്ത് കുറേയേറെ സാധനങ്ങളായിട്ട് സന്തോഷമായിട്ട് ഭവനത്തിലേക്ക് വരികയും വൈദികരോടും വൈദിക ഭവനങ്ങളോടും വളരെ സന്തോഷത്തോടു കൂടെ ഏറ്റവും അനുഗ്രഹത്തോടു കൂടെ ആയിരുന്ന ഒരു കുടുംബമാണ്. അത് ഇവിടുന്ന് പോയ ജോർജ് അച്ഛനാണെങ്കിലും പത്രോസ് അച്ഛനാണെങ്കിലും സജു അച്ഛനാണെങ്കിലും നമ്മുടെ ജോയ്സൻ അച്ഛനാണെങ്കിലും ജോൺ അച്ഛനാണെങ്കിലും പോയ എല്ലാ അച്ഛന്മാർ പറഞ്ഞ ഒരേ ഒരു സ്വരത്തിൽ പറഞ്ഞ ഇത് തന്നെയാണ്, അച്ഛാ പള്ളിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്, പള്ളിയെ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. ആയതുകൊണ്ട് ഞാനിവിടെ വന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ മുമ്പത്തെ ചൊവ്വാഴ്ചയാണ് ഈ ഭവനത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് പ്രയാസത്തിലായിരുന്നു, കാരണം ഷുഗറെല്ലാം ഡൗൺ ആയിപ്പോയി വല്ലാത്ത അവസ്ഥയിലേക്ക് കിടക്കുന്ന സമയത്ത്. ആ സമയത്തും അങ്കിൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയണം, തൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഈ തനിക്ക് ആയിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങൾ ഏറെ ഉണ്ടെങ്കിൽ തന്നെ തൻ്റെ ഭാര്യയെ ഒരു പ്രയാസം കൂടാതെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനെ ഞാൻ കണ്ടത് ആ ഭവനത്തിൽ വെച്ചാണ്. തൻ്റെ ദാസിക്ക് വേണ്ടി എപ്പോഴും തയ്യാറായി നിൽക്കും. ശരീരം മുഴുവൻ ക്ഷീണിച്ചിരിക്കുകയാണ്, ശരീരം മുഴുവൻ ഷുഗർ കൊണ്ട് വല്ലാതെ പാടിരിക്കുന്ന അവസ്ഥയാലും തന്നെ തൻ്റെ ദാസിക്ക് വേണ്ടി എപ്പോഴും ഉഷസ്സോട് ഉണർവോടുകൂടി നിൽക്കുന്ന പ്രിയ ദാസിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കാം. ദാസി പ്രത്യേകിച്ച് എനിക്ക് സംസാരിക്കുവാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ മുഖത്തിൻ്റെ തേജസ് കാണും നമുക്കറിയാം, ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തിലായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഈ ശുശ്രൂഷയിൽ നമുക്ക് ഈ ഭവനത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഈ ആത്മാവ് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുണ്ട്, സമാധാനത്താലെ പോകുവിൻ എന്നെ എപ്പോഴും നിങ്ങൾ ഓർക്കുവിൻ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ട്. ഞാൻ സാധാരണ എവിടെ പോയാൽ ബലി അർപ്പിച്ചാലും ഞാൻ അവസാനം ധൂപ്രാർത്ഥന നടത്തും. ചിലരുണ്ട് എന്നോട് ചോദിക്കാറുണ്ട്, ശുശ്രൂഷ എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛാ ആരെങ്കിലും പേര് തന്നായിരുന്നു അച്ഛൻ ഓർക്കുമ്പോൾ? ഞാൻ പറഞ്ഞു, എനിക്ക് ആരും പേര് തന്നില്ലെങ്കിലും ഞാൻ ഇരുന്ന ഇടവകളിൽ ആരുടെങ്കിലും എവിടെയെങ്കിലും ഒരു ഓർമ്മ കാണും. ഞാൻ അവർക്ക് വേണ്ടി ബലി അർപ്പിക്കാൻ ധൂപ അർപ്പിക്കേണ്ട എൻ്റെ ഒരു ദൗത്യം കൂടെയാണ്. അത് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം കൂടെയാണ് നമ്മൾ വാങ്ങിപ്പോരെ ഓർക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ആരാധനാക്രമത്തിൽ നിങ്ങൾ ആരാധന നോക്കിക്കോ, അവസാനത്തെ പാട്ട്, പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ അവസാനത്തെ പാട്ട് പറഞ്ഞ് ആരെ ഓർക്കുന്നതാണ്? വാങ്ങിപ്പോരെ ഓർത്തുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് ശുശ്രൂഷകൾ ആരംഭിക്കുകയുള്ളൂ. ആയതുകൊണ്ട് ഈ മാതാവിൻ്റെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ അബ്രാഹ്മ്യ മടികളിൽ ആശ്വാസം നൽകട്ടെ. ദൈവത്തിൻ്റെ ഏകജാതൻ രണ്ടാമത് വരുമ്പോൾ ഈ മാതാവും നമ്മുടെ എല്ലാ വാങ്ങിപ്പോർ ഉയർത്തെഴുന്നേറ്റ് മാലാഖമാരോട് കൂടെ നിൽക്കുമ്പോൾ ഈ മാതാവിൻ്റെ സന്തോഷത്തോടെ അവിടെ കാണുവാൻ നമുക്ക് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഗാന ശുശ്രൂഷയുടെ അവസാന ഭാഗം സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന്തം ശുശ്രൂഷ നടത്തുവാൻ പോകുന്നത്. ഇത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ അനുശോചനം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഇവിടെ ഇരുന്ന മുൻ വികാരിമാർ, പ്രിയപ്പെട്ട ഷാബു അച്ഛൻ, പ്രിയപ്പെട്ട പത്രോസ് അച്ഛൻ, പ്രിയപ്പെട്ട സജു അച്ഛൻ, പ്രിയപ്പെട്ട ജോൺ ജേക്കബ് അച്ഛൻ, ജോയ്സൻ അച്ഛൻ, ഇവിടെ ഇരുന്ന മുമ്പ് ഇരുന്ന എല്ലാ വികാരി അച്ഛന്മാരും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം സ്നേഹത്തോട് ഈ കുടുംബത്തോട് ഈ സമയത്ത് അനുശോചനം അറിയിക്കുകയും ചെയ്തു. വന്നിരിക്കുന്ന എല്ലാവരെയും ഈ കുടുംബം ഇവരുടെ ദുഃഖത്തിൻ്റെ ഈ നിമിഷത്തിൽ നമുക്ക് ഇവരോട് ചേർന്ന് ഈ ദാസിയെ പ്രാർത്ഥനയോട് കൂടെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ഈ കാര്യം പ്രാർത്ഥനയോട് കൂടെ എല്ലാവരും ഓർപ്പിക്കുന്നു. നമ്മൾ ശവസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ ഞാൻ മുമ്പ് ഓർപ്പിച്ച് ഈ അമ്മയെ കൊടുക്കുന്ന ഏറ്റവും അവസാനത്തെ ശുശ്രൂഷയാണ്. ദൈവം ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഓഫ് ആക്കി വെക്കണം. ഈ കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് കോളുകളൊക്കെ വരും. പക്ഷേങ്കിൽ ഈ അമ്മയ്ക്ക് ഇനി നമുക്ക് ശുശ്രൂഷ കൊടുക്കാൻ പറ്റത്തില്ല. ഇത് അവസാനത്തെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്നേഹത്തോട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലേക്ക് ഈ ശുശ്രൂഷകൾ സമർപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ
ചെയ്യുന്നതായി ഒരു ലീക്ക് ഈ സമയത്ത് സമർപ്പിക്കുന്നതാണ്. മറ്റവരെ സമാജാംഗങ്ങൾ അവരുടെ സമാജത്തിൽ നമുക്ക് ശുശ്രൂഷ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാര ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിന് ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഉയർത്തും ദിവസം വരെ നിന്റെ വിശുദ്ധ മാലാഖമാരാൽ വഴി നടത്തപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഈ ആത്മാവ് നമുക്ക് പ്രസന്നതയോടുകൂടി അവിടെ നിന്ന് എതിരേൽക്കുമാറാകണമേ. പ്രാർത്ഥന തിരുമുൻപിൽ ഹല്ലേലൂയ ശ്രദ്ധിച്ചിടണം യാചനയെ. സൗഭാഗ്യം നിങ്ങൾക്ക് ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവുമായി നിർമ്മിതാവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായിട്ട് കർത്താവിന് സ്തുതി. തനിക്ക് ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയറായുസോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു.
മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിന്റെ അവസ്ഥാതന്ത്രങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരം നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നുവല്ലോ. യാതൊരു രഹസ്യം നിന്റെ ദൃഷ്ടിയിൽ അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയ ചിന്തകളെയും തിരുസനത്തിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ച് കളയുവാനും മനുഷ്യ സംഹാരകമായിരിക്കുന്ന മഹാസർപ്പത്തെ കൊല്ലുന്നതുമായ യേശുമിശിഹ എന്ന നിന്റെ ഏകജാതനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അശ്വരമായിരിക്കുന്ന ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ ഏർപ്പെട്ട യാത്രയായിരിക്കുന്ന ഈ നിലകളിലും വസിക്കുന്നവരായ സമാധാനമാലാകുമാർ മൂലം ഇവരുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവരുടെ ആത്മാവിനെ നിരക്ഷിക്കുകയും ചെയ്യണമേ. ആയുധരാണിയുടെ ബന്ധത്തിൽ നിന്നും അതിനെ നീ ഉടർത്തണമേ. തിരുനാമ ഭക്തരും നിർവിഷ്ടാചരിക്കുന്നവരുമായ ചുറ്റി നിൽക്കുന്നവരും പോലെ സേനകൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങളെ പൂർണ്ണമായിട്ട് പരിഹരിക്കുകയും ചെയ്യണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായിട്ട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായിരിക്കുന്ന വലങ്കൈ ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാമത്തെ മരണമാകുന്ന ചുഴലിൽ നിന്നും ഇവളെ ഉദ്ധരിക്കുകയും ചെയ്യണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായിരിക്കുന്ന ഇവിടങ്ങളിൽ നിന്ന് ഇവളെ നിരക്ഷിക്കണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ ഇവിടെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവുണ്ടാകണമേ. ഞങ്ങളുടെ വിളക്ക് ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെ നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവളിലും നീ ഓർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകജാതന്റെ കഷ്ടാനുഭവങ്ങളിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബായി ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിന് വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായിരിക്കുന്ന ആഗ്രഹം നിറവേറ്റാതെ ലജ്ജിച്ച് പോകുവാൻ തക്കവണ്ണം നിന്റെ കരുണ ഇവളിൽ ഉദിക്കുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത എത്തുന്നവരെ നിന്റെ ദാസിക്ക് കോട്ടയും അനുയായും കാവൽക്കാരുമായി സഹായത്തിനായിരിക്കുകയും ചെയ്യണമേ. അവിടെ ആദിബന്ധമില്ലാത്തതായ നിന്റെ മഹിമയിൽ വെള്ളാന്തിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് യോഗ്യത നൽകണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ള ആനന്ദകരവും പാപ പരിഹാരവുമായിരിക്കും ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ട വേഗം വന്നേ തീടേണം നാഥാ നിന്ദയൻ മുൻപിൽ എൻ ജീവാദ്യമടക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തുണയാകില്ലെന്നേ
ഞങ്ങളുടെ കർത്താവും നിത്യതയും ഈ ആത്മാവ് യാത്ര ചെയ്ത നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലേക്ക് ജീവനുള്ളവരുടെ പട്ടണത്തിലേക്ക് ചെന്നെത്തുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. അകമ്പടി ശബ്ദം ദൈവത്തിൻ്റെ കാഹളധ്വനിയോടുകൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും അപ്പോൾ മശിഹായിൽ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്രയിച്ചു കൊള്ളുവേനായി പാർക്കുമോ. ഹല്ലേലൂയ പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവളെ രക്ഷിക്കാം. ദൈവത്തിൻ്റെ
ഇതിനുള്ള നിങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദേവിയുള്ള നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെ മണവാട്ടിയായും എതിരേൽപ്പാനായിട്ട് ദീപേഷ്ടികളിൽ എടുത്തുകൊണ്ട് പുറപ്പെടുന്ന 10 കന്യകമാർക്ക് സദൃശമായിരിക്കുന്നു. അവരിൽ 5 പേര് ബുദ്ധിമതികളും 5 പേര് ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപേഷ്ടികൾ എടുത്തു, എണ്ണ എടുക്കുവാൻ അവർ മറന്നുപോയി. ബുദ്ധിയുള്ളവരാകട്ടെ മണവാളൻ താമസിച്ചുകൊണ്ട് അവരെല്ലാവരും മന്ദിച്ചുറങ്ങി. അർദ്ധരാത്രി ഇതാ മണവാളൻ വരുന്നു എന്നവന്റെ എതിരേൽപ്പിനും പുറപ്പെടുകയെന്ന് അവരുടെ ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോവുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്ക് തരികിടം തരണമെന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് നിങ്ങൾക്ക് മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കളയിലേക്ക് പോയി വാങ്ങുവിൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവർ അവനോട് കൂടെ വിരുന്നശാലയിലേക്ക് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കമ്മ മറ്റ കന്യകമാരും വന്ന പ്രഭോ പ്രഭോ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് ഭീതികരമായ ശബ്ദത്തിൽ കുറിയലായിസോ എന്ന് ചൊല്ലണം. മരണമുള്ളതായ നമ്മുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാവുന്ന മശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്രപ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടെ വെച്ചായിരിക്കും തീർക്കുന്നത്. ആ കാര്യം സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ അവസാനമായിട്ട് അന്ത്യചുംബനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വന്നിട്ട് അന്ത്യചുംബനം കൊടുക്കാം. അതിനുശേഷം നമ്മൾ ദേവാലയത്തിൽ നിന്ന് പ്രിയപ്പെട്ട ദാസിയുടെ ഭൗതിക ശരീരം എടുത്ത് നമ്മൾ സെമിത്തേരിയിലേക്ക് പോകുന്നതായിരിക്കും. വത്സലരേ ദൂര
ശേഷം നമ്മൾ ഭൗതികദേഹം എടുക്കുന്നു. വത്സലരേ സത്യം തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃപ്രകാരവും ഈ സഹോദരിയെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കി ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സൈനികളുടെ സഹായം ഇവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃത ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം മോയാറിൽ പതിയിരിക്കുന്ന മനുഷ്യ ആത്മാക്കളെ പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയത്തിൽ നിന്നും ഇവൾ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവ് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ആമീൻ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിനുമായിട്ട് ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവനായിട്ട് ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ഭസ്മോദാബോ ഉദാബരോ
മദ്റുഹോ ഹായോ കാദീശോ ലഹായ ദലവോലം വൽമിൻ. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്നരുളി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസിൽ നിറവേറ്റിയിരിക്കുന്നു. ബറഖമോർ ബഷ്മോദാബോ ഉദാബറോ വദ്റുഹോ ഹായോ കാദീശോ ലഹായ ദലവോലം വൽമിൻ. ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധം പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചണക്കമായി ചെളയണമേ. സ്നേഹമോടെ എത്തിയ സൽപുത്ര മൃതിയേറ്റോനെ, ഞങ്ങളെ മൃതിന്നും കനിവാൽ കാക്കാലേലൂയ. നന്നായി കഴുകി എന്റെ പാപം തന്നെ വെടിപ്പാക്കണമേ. ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ പോയിട്ട് നേരെ ഇരിക്കുന്നു. ക്രിയകൾക്കൊപ്പം സകലർക്കും ഫലമേകുമ്പോൾ നിധി നിമിത്തം വിധിഗേഹം ബഹുഭീതികരം ഹല്ലേലൂയ. ഞാൻ ചെയ്തു അതിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും ന്യായവിധികളെ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ എന്നെ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളുടെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്നുടെ നീതിയെ എന്തോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിന്നൊഴിയും നിൻ വരസമ്പത്താൽ ഹല്ലേലൂയ. എന്നാൽ ഇഷ്ടപ്പെട്ടു നീ അറിയിച്ചു, നിന്റെ സ്വഭാവം തളിക്കണമേ. ഞാൻ പാകപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞനേക്കാൾ ഞാൻ വെണ്മയാകും. അനുതാപത്തിനിടങ്ങമടിയിൽ എന്നേവം ഞാൻ കൽപ്പതിനാലൻ സോദരരെ ഖേദിക്കുന്നേൻ ഹല്ലേലൂയ. സന്തോഷം കൊണ്ട് എന്നെ ത്യാഗണമേ. ക്ഷീണങ്ങൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ മായച്ചു കളയണമേ. ഹൃദയാൽ മൃതരിന്നും മായിച്ചോനെ, ഈശോ നൃപതേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ ഹല്ലേലൂയ. ദൈവമേ, വെടിപ്പുള്ളവരെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള പുതുതാക്കണമേ. തന്നെ തള്ളിക്കളരുതേ, പരിശുദ്ധാത്മാവിൽ നെടുകയും അരുതേ. ജീവനുമാർപ്പിൽ സകലർക്കും നൽകാൻ മൃതനായി ജീവിച്ചോനെ, സകലേശാത്മജനെ സ്തോത്രം ഹല്ലേലൂയ. എന്നാണല്ലോ രക്ഷയും തിരിച്ചു തരണമേ. മാത്രം നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അന്ധകാരന്റെ വിടിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ, അസ്ഥികളിന്മേലാശീസ പനിനീർത്തോകി ഹല്ലേലൂയ. രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്ഷണമേ. തുറക്കണമേ. എന്റെ വാതിന്റെ സ്തുതികൾ പാടും. പ്രതിലോകത്തിൽ സ്ലീവായൻ കൂട്ടാകട്ടെ, വെല്ലുമുയർപ്പിൽ ദുഷ്ടനെ ഞാൻ മരണത്തെയും ഹല്ലേലൂയ. ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നിരസിക്കുന്നില്ല. മരണത്തിൻ കാറ്റടിയേറ്റിൻ ജീവൻ മാഞ്ഞു, നിൻ സത്യാത്മാവെത്തിയേനി ഉണർവേകട്ടെ ഹല്ലേലൂയ. നിന്റെ നന്മ ചെയ്യണമേ, മതിലുകൾ പണിയണമേ. അപ്പോൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ മേൽ കാളുകൾ ബലിയായി കയറും. ദൈവമേ, കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിലൻ പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം നേടാൻ ഞാൻ നേടാനർത്ഥിപ്പിൻ. എന്റെ കാലം നിന്റെ വാതിൽ നിൽക്കുന്നു. നീ മൃതരായോർക്കുയിരേകുമ്പോഴൽ ചുട്ടപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഉർസ്ലേം പണിയപ്പെട്ടിരിക്കുന്നു. ശ്ലോമോ നൽകി ശ്ലോമോട് പോവിൻ, ഇനി എന്നേക്കും ശ്ലോമോ ഇതു തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താന് ഗോത്രങ്ങൾ തന്നെ. ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താന് നാം സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. പ്രതിയേ കഷ്ടം സാത്താനേ കഷ്ടം, നിങ്ങളുടെ ഭരണം മശിഹാമായ
വഹിക്കും. അവിടെ ന്യായസ്ഥനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായസ്ഥനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. പ്രതിവേദന ഈശോ രാജാവേ, മൃതരക്കയിൽ ജീവൻ തിരുവിഷ്ടം. ഊഷ്യമിന്റെ കുശലം അന്വേഷിപ്പേ, നിന്റെ സ്നേഹിതമായ ധൈര്യമായിരിക്കട്ടെ. നിന്റെ ഗോത്രങ്ങൾ സമാധാനം, നിന്റെ കൊട്ടാരങ്ങൾ സംതൃപ്തിയും ഉണ്ടാകട്ടെ. സ്തോത്രം ബ്രദറെ, ജീവിപ്പോനെ, മൃതരക്കയിൽ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്റെ സമാധാനം ഉണ്ടാകും ഞാൻ പറയുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നാമം അന്വേഷിക്കും. സഭയും സുതരും പിതൃസുതരൂഹായേ സ്തുതിഗീതത്തോടോതും വണങ്ങിയിടും. ഇരുലോകത്തും മേവുന്നേ ഞാൻ, കൃപ തോന്നണമേ മേലെങ്ങും. നീ കണ്ടെന്നെ ഞാനില്ലായേ, കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ. എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹ നീയുയിൽ പാഴകനാൻ. സ്വസ്നേഹിതരാം സഹദേന്മാരെ മുടിചൂടിച്ച നീതിപ്രിയനെ, ഈ ദാസിയെ നീ കനികളെ എന്നേക്കും സ്തുതിതാതനും നദിനന്ദനും ആർദ്രതയാൽ നാഥ ദേവദാസിക്ക് ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നേർത്തണമേ ബലമായി ഇവിടെ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വർക്കും വീട്ടെ. ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണം. ഓർക്കണമെൻ മൈരാമന്ന നീ ഘോഷം വന്നിടുമ്പോൾ. ഈ ആത്മാവിശ്വാസം ധാർമ്മിഷ്ടം നൽകാം. ആദ്രതയാൽ നാഥാ ദേവദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ ബലമായി. മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്ന പോലെ ബലഹീനരും ഭാവികളുമായി ഞങ്ങൾ സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങൾ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾ നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. ശക്തിയുള്ള പിതാവും സ്വർഗരാജ സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ നീതിപുത്രനായ ദൈവമായ കർത്താവേ, കൂടെ നിന്നെയും നിന്റെ സ്തുതിയും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നു വൈശ്വനുമായ ദൈവത്തിനാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന വൈശ്വനുമായുള്ളവൻ എന്റെ ജീവിതം ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ലോകത്തെ പാപത്തെ വഹിക്കുന്നവൻ വൈശ്വന്മായുള്ളവൻ നിജവിജായി ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്തുഭാഗത്തോടെ ഇരിക്കുന്നവനെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ റൂഹായുടെ കൂടെ യേശുമിശിഹാ നീ മാത്രം പിതാവായ ദൈവത്തിന് മാത്രം നിത്യമായ കർത്താവാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവിതങ്ങളുടെ ദിവസങ്ങളിൽ തന്നെ വാഴ്ത്തുകയും ഇന്നേക്കും വാഴ്ത്തപ്പെടുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമത്തുള്ളതും എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യപ്പെട്ടതുമാകുന്നു. നിനക്ക് യോഗ്യമാകുന്നു, മോഹനക്ക് യുക്തമാകുന്നു. സ്വയത്തിന് ദൈവം സത്യത്തിന്റെ പിതാവുമായവനെ നിനക്ക് മേഘൂട്ടന്റെ ജീവൻ വിശുദ്ധരുവായിരിക്കും ഇപ്പോഴെല്ലാ എന്നേക്കും പുകഴ്ചയാകുന്നു. ആമീൻ. മോറാനേശ് മശീഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുൻപിൽ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളായി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാറ്റിവിടുവാനായിട്ട് നിന്റെ സ്നേഹന്റെ സ്ഥാനത്തിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാടിയാരോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും
സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തും ദൈവതാ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യതയുള്ള സത്യദൈവവും ജനിച്ചനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ आराम से लो एक जैसा जेड़ा मत बराबर लेना बिल्कुल बराबर अपने ताकड़ा बस लेवल మనం ఇచ్చడం ఉండండి మంచి పెట్టే मതി लेवल आई हालेलुया ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവസ്മരണമുള്ളതടമേ ധ്യാനത്തിനായി സ്തോമൻകാല സ്കുറിയേനായി ഉയരേകുന്നു രാജാ ജീവൻ നൽകുന്നു കബറുകളുള്ളിൽ നീങ്ങവരോടെഴുന്നേറ്റു എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്തോ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത കണ്ണരുളിന്നു മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഉയർപ്പ് ദിവസത്തിൽ സൃഷ്ടിയെ പുത്തനാക്കി അനുകൂലമാക്കണമേ കർത്താവേ ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി കർത്താവിന്റെ കൃപയാലും മഹാകരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകൾ അംഗീകരിക്കണമേ ഞങ്ങളുടെ സഹായത്തിനായിട്ട് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ സത്യവിശ്വാസത്തോടെ നിന്നുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ ഇന്ന ദിവസം സത്യവിശ്വാസത്തോടെ ദൈവികമായിരിക്കുന്ന യോഗ്യതയോട് കൂടി ക്രിസ്ത്യാനികൾ ഉചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസി ദൈവം തൻ്റെ നിർമ്മലമായിരിക്കുന്ന തൃക്കൈകളിൽ അംഗീകരിക്കുവാനും വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം കർത്താവെ സന്തോഷപൂർണ്ണമായിരിക്കുന്ന സ്ഥാനം ഇവൾക്ക് നൽകട്ടെ സ്വർഗത്തിലെ മണമറയും തോട്ടവും മൈഷയും കർത്താവികൾക്ക് നൽകുമാറാകട്ടെ കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയം ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനം കർത്താവിളിൽ നിറവേറ്റുമാറാകട്ടെ. കർത്താവ് ഇവളുടെ പാപങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണമായിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഇവൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം മായിച്ചു കളയട്ടെ. തൻ്റെ മഹാകരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാരിൽ കരുണ ചെയ്യുന്നവനായ സമയത്ത് ഇവളിലും കരുണ ചെയ്യുമാറാകട്ടെ. വത്സല സഹോദരങ്ങളെ, പരസ്പരം ആശ്വസിപ്പിൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിപ്പിൻ. മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുതേ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ചു. അതേ സ്ഥാനത്ത് താൻ ഇവളുടെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവിയായ മറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയും സ്വർഗീയ സഭയിലും ഈ ഭൗതിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ശരണത്തിൽ മെതിർ പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസിയും ആരാധകരുമായിരിക്കുന്ന എല്ലാവരെയും കൃപയോട് ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായിരിക്കുന്ന ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ധനാശ്വാസം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരുടെ അടിയാരുടെ പ്രാർത്ഥന ഉന്നതമായ സമാസമാക്കൾക്കോട്ട് അംഗീകരിക്കണമേ. കർത്താവിനാൽ അനുഗ്രഹിതരെ, പ്രിയപ്പെട്ട ദാസിയുടെ സംസ്കാര ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ മരണവാർത്ത അറിഞ്ഞ മുതൽ ഈ ഭവനത്തോടു കൂടെ നിൽക്കുകയും ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ ഭവനത്തിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശവസംസ്കാരത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത പള്ളി ഭാരവാഹികളും അതുപോലെയുള്ള എല്ലാ ജനങ്ങളും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ദൈവസംഘത്തിലേക്ക് എല്ലാവരും ഓർക്കുന്നു. प्रियപ്പെട്ട विनोदिൻ്റെ स्कूल वर्क में टीचर्स जो यहाँ पर आए हुए हैं, उन सबको मैं परिवार की तरफ से धन्यवाद देता हूँ. आप इस दुख की घड़ी में इनके साथ में खड़े रहे, आपका यहाँ तक आने के लिए और इस शुश्रूषा में आदि शुरू से लेकर तक हमारे साथ होने के लिए मैं धन्यवाद देता हूँ. ഇതര സഭകളിൽ നിന്ന് വന്ന പല വൈദികരും മറ്റ് പല ശുശ്രൂഷകരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും പ്രത്യേക ദൈവനാമത്തിൽ ഓർക്കും. പ്രത്യേകിച്ച് ഇന്നലെ സെൻറ്റ് ജോൺ മിയാനി അവിടുത്തെ അച്ഛനും സിസ്റ്റേഴ്സും എല്ലാവരും വന്ന് എല്ലാവരും പ്രത്യേകമായിട്ട് ഈ സമയത്ത് നാമത്തിൽ നന്ദി സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ ഈ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഭവനവാസികൾക്കറിയാം ഈ 40 ദിവസം നോമ്പാണ്, നോമ്പ് ആചരിക്കണം. ആ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഭവനത്തിൽ ഉള്ള പ്രാർത്ഥനകൾ ഇതിന് ക്രമീകരണങ്ങൾ പിന്നീട് അറിയിക്കണം. പക്ഷേങ്കിൽ നോമ്പ് നമുക്ക് 40 ദിവസം നോക്കുവാൻ സാധിക്കും. ആ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ നോക്കണം. ഈ കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവർക്കും വേണ്ടി കരുണ ഉണ്ടായിരിക്കും. മൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ മോളി വെച്ചേ. കുടിക്കാൻ വെള്ളം ഉണ്ടാവും. അവിടെ വേണ്ട, ഉണ്ട് മട്ടനുണ്ട്. ഒരു അകത്തോട്ടെ आगे करवा दो मशीन किया कटिंग हुआ पहले पता लगा दो
फिर अपन को जो हो गया बहुत मन साले पत्थर जमा दे पाले एक और लिंक चालू पूरा बीच में भी ऊपर डाल दिया उसके बाद अपन बाद में उसमें बैठ लो अर्टिगा में बैठ लो छोटा गाड़ी नहीं, लेकिन मिट्टी हट जाएगा ये अपन ईंट से बनाएंगे ना। क्या बोल रही है? एक लाइन बोलने के लिए बोल रहा है। Anything that you want to say? इतना साल तक मेरे साथ रह गया शांति के लिए जो भी आपको बोलना चाहे आप बोल सकते हैं। Thank you very much, my wife Gracie, Mr. Gracie Samuel, for giving company for 49 years, 49 plus years. Thank you for the help and support. Thank you so much. May God bless you. Please. लव यू मम्मी। परोठा और अड्डा किसका हुआ? All of us miss you. You always been blessed. You have been a good mother for all of us. A good mother, lovely mother. Always taking care of your family. Always. सबके लिए घर के अलावा पूरा चर्च में भी सबके लिए बहुत अच्छा साथ दिया। बहुत अच्छा मेरा तो फ्रेंड सर्कल बहुत बड़ा था। बहुत वो तो चल नहीं पा रहा था इसलिए नहीं आ पाता, नहीं तो बहुत ही हम लोगों को बहुत पूछते थे। फ्राइडे के दिन सवेरे से जाके 8 बजे से जाके बैठ जाती है घर से, बराबर बाद में मेरे को पूरा सर्विस कर नहीं फ़ोन करते थे शाह जी, ये जब भी कोई कारण शादी मुझे पूरा सर्विस देखना है, ऐसे नहीं है खाना खा के ये पहला गुड फ्राइडे था 2024। मम्मी चमक नहीं है, देती है। मम्मी नहीं है, पहला गुड फ्राइडे था, मम्मी नहीं है सर। थैंक यू अजय भैया, थैंक यू भैया, थैंक यू सो मच। गॉड ब्लेस यू। थैंक यू तो इन्होंने थैंक थैंक यू का कोई काम ही नहीं है, ये तो हमारा काम है, हम तो करते ही रहते हैं। इन्होंने थैंक सुनो पड़ता है काम होता नहीं है, हमारा काम होता नहीं है।